കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം പാടുമെൻ്റെ നാഥനായി കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ കേട്ട സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ ഞങ്ങളെ അറിയിച്ചല്ലോ. അത് കേൾക്കുമ്പോൾ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത്. അനവധി രോഗികൾ സൗഖ്യമായി, അനവധി പേർക്ക് അത്ഭുത വിടുതലുകൾ ലഭിച്ചു. അതോർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ വിളിച്ചറിയിച്ചതിന് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്നലെ കേട്ട സന്ദേശത്തിൻ്റെ തുടർഭാഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. അവനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. ദൈവവചനം ഇങ്ങനെ പറയുന്നു, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നമ്മൾ ശക്തിപ്പെടണം. അപ്പോൾ കർത്താവിൻ്റെ ബലം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വില പോവുകയില്ല. അങ്ങനെ പിശാചിൻ്റെ പ്രവൃത്തികളെ ജയിച്ച് ഒരു ജയകരമായ ജീവിതം ഈ ലോകത്ത് നമുക്ക് സാധ്യമാകും. അതിനെക്കുറിച്ച് ഇന്ന് കർത്താവിൻ്റെ ദാസൻ വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടെ നിങ്ങൾ കേൾക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഈ ആത്മാവിൽ ചിന്തിക്കുക, ആത്മാവിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കൈകൊട്ടി വലിയ ശബ്ദത്തിൽ പറയുക എന്നല്ല അതിൻ്റെ അർത്ഥം. ആത്മാവ് നിറയുമ്പോൾ ചിലപ്പോൾ കൈകൊട്ടി പോകും, ശബ്ദം വന്ന് പോകും, അതെല്ലാം ഉണ്ട്. ആത്മീയമായി കാണുക എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തെയും സാധാരണ മനുഷ്യർ കാണുന്നത് പോലെ കാണാതെ പിന്നെ ആത്മീയമായി കാണുക. ആത്മീയനായ ഒരു വിശ്വാസി പറയും, എനിക്ക് ഈ ലോകത്തിൽ ഒരു ശത്രുവുമില്ല, ആരോടും എനിക്ക് ശത്രുത്വമില്ല. എനിക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നിങ്ങളെ ഒരു വ്യക്തി വെറുക്കുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നു, ഒരു യഥാർത്ഥ വിശ്വാസിക്കറിയാം ആ വ്യക്തി അല്ല അതിൻ്റെ കാരണം. അറിയരുതോ? നമുക്കറിയാം ആ വ്യക്തിയെ വേറൊരുത്താൻ എന്ത് ചെയ്തിരിക്കുകയാണ്, പിടിച്ചിരിക്കുക. അതുകൊണ്ടാണ് പൗലൂസ് സഭയെ ഉപദ്രവിച്ച ആളല്ലേ, അല്ലേ? അവൻ കൊലപാതകം വരെ അതിനു വേണ്ടി ചെയ്തു. സ്തഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ പൗലൂസ് എന്ത് ചെയ്തു? അതിന് സമ്മതം കൊടുത്തുകൊണ്ട് അവൻ്റെ വസ്ത്രമൊക്കെ കാത്ത് താൻ കൂടെ ഇരുന്നു. കൊലപാതകയായിരുന്നു. പൗലൂസിനെ പിന്നീട് മാനസാന്തര ശേഷം പറയുമ്പോൾ പൗലൂസ് പറയാണ്, ഞാൻ കൊലപാതകയായിരുന്നു, ഞാൻ ആ പാപികളിൽ ഒന്നാമനായിരുന്നു, എന്നാൽ കർത്താവ് എൻ്റെ മേൽ കൃപ കാട്ടി. പ്രൈസ് ദി ലോർഡ്. അതേ പൗലൂസ് ഒന്ന് നോക്കിക്കേ, സഭയെ ഉപദ്രവിച്ച വ്യക്തി ഇപ്പോൾ ഇതാ സഭയെ സേവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പൗലൂസ് ആയിരുന്നോ വാസ്തവത്തിൽ പ്രശ്നക്കാരൻ? അല്ല, അയാളിൽ വ്യാപരിച്ച ഒരു ദുരാത്മാവുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഭവനത്തിനകത്ത് മാതാവേ നീ ഇതറിയണം, പിതാവേ നീ ഇതറിയണം, മകനെ നീ ഇതറിയണം, മകളെ നീ ഇതറിയണം, നീ ചെല്ലുന്നിടത്തൊക്കെ നീ ഇതറിയണം. നീ സാധാരണ വ്യക്തിയല്ല, നീ സാധാരണ വ്യക്തിയല്ല, നീ സാധാരണ വ്യക്തിയല്ല. നീ ഒരു ആത്മാവാണ്, വീണ്ടും ജനിച്ച ആത്മാവാണ്, ജയാളിയാണ്. സ്തോത്രം. ഈ ആത്മീയരായ ദൈവമക്കൾ സ്തുതിക്കുമ്പോൾ, യഥാർത്ഥ മനോഭാവത്തിൽ ജീവിക്കുമ്പോൾ സാഹചര്യം മാറാൻ തുടങ്ങും. ജയിലിൽ കിടക്കുന്ന പൗലൂസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ, അതുകൊണ്ടാണ് പൗലൂസ് വിശ്വാസികളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുക, ആ വാക്യം ഒന്നുകൂടെ വായിച്ച്, ഫിലിപ്പിയർ 3:3. ഫിലിപ്പിയർ 3:3. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. യഹൂദന്മാര് തങ്ങളുടെ ഏറ്റവും വലിയ കാര്യമായിട്ട് കണ്ടിരുന്ന 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവരാന്ന്. എഫേസ്യ ലേഖനം 2:11 വായിക്കുമ്പോൾ പരിച്ഛേദനക്കാർ പരിച്ഛേദന ചെയ്യാത്തവരെ വളരെ മോശമായിട്ട് കണ്ടിരുന്നു, വിജാതികളെ വളരെ താഴ്ന്ന നിലയിൽ കണ്ടിരുന്നു എന്ന് നമുക്ക് വായിക്കാം. എഫേസ്യർ 2:11 വേഗം വായിച്ചാട്ടെ.
ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റവരാരാ? യഹൂദന്മാർ. അവരുടെ ശരീരത്തിൽ എവിടെയാ പരിച്ഛേദനയേറ്റ്? ചർമ്മത്തിലാ. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജഡത്തിൽ ഒരു ജഡികമായ ഒരു കൽക്കത്തി കൊണ്ടുള്ള പരിച്ഛേദന അല്ല നമ്മളേറ്റത്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ആ വചനം ഒരു ദിവസം എൻ്റെയും നിങ്ങളുടെയും ഹൃദയമാകുന്ന ഹല്ലേലൂയ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടായി. നമുക്ക് വലിയൊരു രൂപാന്തരം ഉണ്ടായി. നമ്മുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം മാറി. അപ്പോൾ എന്ത് സംഭവിച്ചു? കല്ലായ ഹൃദയം മാറി. നമുക്ക് എന്ത് കിട്ടി? മാംസളമായ ഹൃദയം കിട്ടിയോണ്ട് എന്ത് ഗുണമുണ്ടായി? ദൈവം സംസാരിക്കുന്നത് ഇപ്പോൾ കേൾക്കാം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒരു മൊബൈൽ ഫോണ്, അതിന് ബാറ്ററി ഉണ്ട്, ചാർജ് ഉണ്ട്, ലൈറ്റ് കത്തുന്നുണ്ട്. പക്ഷേ അതിലൊരു സിം കാർഡ് ഇട്ട് കഴിയുമ്പോൾ ടവറിൽ നിന്ന് വരുന്ന സന്ദേശം പിടിക്കുന്നത് പോലെ ഹൃദയ പരിച്ഛേദന നടന്നപ്പോൾ, ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, വീണ്ടും ജന്മം ഉണ്ടായപ്പോൾ സ്വർഗത്തിൻ്റെ സിം കാർഡ് അകത്തോട്ടിട്ടു. ഇപ്പോൾ എന്താ സംഭവിക്കുന്ന? ഒരു കാര്യം വരുമ്പോൾ അകത്ത് ദൈവാത്മാവ് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ ബുദ്ധിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, നാട്ടുകാരോട് പ്ലാൻ ചോദിച്ചല്ല ചെയ്യുന്നത്, ബുദ്ധിമാന്മാരുടെ ആലോചന അനുസരിച്ചല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം വായിക്കുമ്പോൾ പൗലൂസും കൂടെ 275 മറ്റുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ റോമിൽ സീസറുടെ അടുത്തേക്ക് ഒരു കപ്പലിൽ കൊണ്ടുപോവുകയാണ്. അവിടെ ശതാധിപനുണ്ട്, മറ്റ് തടവുകാരുണ്ട്, കപ്പലുടമസ്ഥനുണ്ട്, കപ്പലിൻ്റെ എഞ്ചിനീയർമാരുണ്ട്. ഇവരെല്ലാം ഉണ്ട്, ഒത്തിരി ബുദ്ധിമാന്മാരെല്ലാം ഉള്ളൊരു യാത്രയാണ്. ആ യാത്ര പുറപ്പെടും മുമ്പേ പൗലൂസ് പറയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു ഈ യാത്രയിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യരുത്? യാത്ര പുറപ്പെടരുത്. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുക. അതുകൊണ്ടാണ് റോമർ 8:14 പറഞ്ഞു, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാ. ദൈവമക്കളെല്ലാം ഒന്ന് കർത്താവിനെ സ്തുതിക്കുക. അടുത്തിരിക്കുന്ന 1-2 പേരോട് പറഞ്ഞ, ബുദ്ധിയല്ല നമ്മളെ നടത്തുന്നത്, നാട്ടുകാരുടെ ബുദ്ധിയല്ല നമ്മളെ നടത്തുന്നത്, ബുദ്ധിമാന്മാരുടെ ബുദ്ധിയല്ല നമ്മളെ നടത്തുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വചനത്തിലൂടെ, തൻ്റെ അരുളപ്പാടുകളിലൂടെ നമ്മളെ നടത്തുമ്പോൾ നമ്മൾ ജയകരമായ ജീവിതം നയിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലൂസ് പറഞ്ഞപ്പോൾ യാത്ര പുറപ്പെടരുത്. എന്നാൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പൗലൂസ് പറഞ്ഞതിനേക്കാൾ കപ്പലുടമസ്ഥൻ്റെയും കപ്പലിൻ്റെ എഞ്ചിനീയറുടെയും ഒക്കെ വാക്കവർ കേട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുന്നു, യാത്രയിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. ഉടനെ പൗലൂസ് അവരോട് പറയുന്നുണ്ട്, എൻ്റെ വാക്ക് കേട്ട് യാത്ര പുറപ്പെടാതിരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഈ സാഹചര്യത്തിലും എൻ്റെ കയ്യിൽ തന്നെയാണ് കൺട്രോൾ. ആത്മീയനെ ആത്മാവ് കൺട്രോൾ ചെയ്യും, ആ ആത്മീയൻ സകലത്തെയും കൺട്രോൾ ചെയ്യും. ആദാമിനെ ദൈവം കൺട്രോൾ ചെയ്തെടുത്തോളം സാഹചര്യങ്ങൾ അവൻ്റെ കീഴിലായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ ദൈവവുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയി, സകലവും അവൻ്റെ മേൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നിനക്ക് വീണ്ടും കൺട്രോൾ തന്നിരിക്കുക. ആത്മാവ് നിന്നെ നയിക്കുമ്പോൾ നീ പറയുന്നതേ നടക്കത്തുള്ളൂ. നീ യാത്ര ചെയ്യുന്ന കപ്പലിൻ്റെ ഗതി നിന്റെ വാക്കുകളാൽ മാറും. നീ ആയിരിക്കുന്ന സമുദ്രത്തിൻ്റെ സ്ഥിതി നിന്റെ വാക്കുകളാൽ മാറും. ഓക്കെ, അന്ന് യാത്ര പുറപ്പെടരുതെന്ന് ആയിരുന്നു, പക്ഷെ സംഭവിച്ചു പോയി. കണ്ടോ, അന്നേ ഞാൻ പറഞ്ഞ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്നാ കാര്യം? അത് നാട്ടുകാർ പറയുന്ന. നീ അങ്ങനെ പറയത്തില്ല, ഇനിയും പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇപ്പോഴും ഞാനിവിടെ ഉണ്ട്, സാരമില്ലെന്നേ, ഇവിടെ നമുക്ക് ജയമുണ്ടെന്നേ. ആത്മാവുള്ള ഒരുത്തൻ ഒരിക്കലും അവരെ കുറ്റം വിധിച്ച കാര്യങ്ങൾ അവസാനിപ്പിക്കത്തില്ല. ആത്മാവുള്ള വ്യക്തി കുറ്റം വിധിക്കത്തില്ല. അതിന് പകരം സാരമില്ല, ഇവിടെയും കർത്താവ് അത്ഭുതം ചെയ്യും. ഉടനെ പൗലൂസ് പറയാണ്, സാരമില്ല, ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എൻ്റെ അടുക്കൽ നിന്ന്. ആ പറഞ്ഞതിനൊരു വ്യംഗ്യം കൂടെ ഉണ്ട്. ഇവിടെ എഞ്ചിനീയർ ഇവിടെ നിൽപ്പുണ്ട്, പിന്നെ ക്യാപ്റ്റൻ ഇവിടെ നിൽപ്പുണ്ട്, പക്ഷെ വേറൊരാൾ എൻ്റെ അടുക്കൽ നിന്നു. കഴിഞ്ഞ രാത്രി ഞാൻ വേറൊരാളുടെ അടുക്കൽ നിന്നു.
എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആ പ്രതിസന്ധി കൊണ്ട് നീ ഭയപ്പെടരുത്. ആരോ നിനക്കെതിരെ പറയുന്ന ഭീഷണി വാക്ക് കേട്ട് നീ പേടിക്കരുത്. മനുഷ്യന്റെ വാക്ക് കേട്ട് നീ പേടിക്കരുത്. ആത്മ കണ്ണുള്ള ദൈവത്തിൻ്റെ പൈതലെ, ഹൃദയദൃഷ്ടി പ്രകാശിച്ച ദൈവത്തിൻ്റെ പൈതലെ, സാഹചര്യം എന്താകും എന്ന് കർത്താവ് നിന്നോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയാ, പേടിക്കണ്ട, എന്നോട് കർത്താവ് പറഞ്ഞതേ സംഭവിക്കത്തുള്ളൂ. എന്തൊരു വാക്കാ അതൊന്ന് പറഞ്ഞേ, എന്നോട് കർത്താവ് പറഞ്ഞതേ സംഭവിക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ അങ്ങനെ പോകരുതായിരുന്നു, പ്രശ്നം വന്നു, സാരമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കാവും. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരുടെ നഷ്ടബോധത്തിലിരിപ്പുണ്ട്. അങ്ങനെ ചെയ്യരുതായിരുന്നു, ആ ബിസിനസ് ചെയ്യണ്ടായിരുന്നു, ആ വാക്ക് പറയണ്ടായിരുന്നു. സാരമില്ല, തെറ്റിപ്പോയി. പക്ഷേ ഇപ്പോഴെങ്കിലും കർത്താവിൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറാണോ? ഇവിടെ വെച്ചൊരു പുതിയ പദ്ധതി, ഇവിടെ വെച്ചൊരു പുതിയ പദ്ധതി. ദൈവം ആ തിന്മയ്ക്കായി സംഭവിച്ച അതേ കാര്യം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റിയെടുക്കും. സാഹചര്യത്തിൻ്റെ കർത്താവ് യേശുവാണ് എൻ്റെ കർത്താവ്. വിളിച്ചു പറഞ്ഞാട്ടെ, എനിക്ക് നല്ലതേ വരികയുള്ളൂ. തിന്മയായി വരുന്നതും നന്മയായി വ്യാപരിക്കും. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, വാ കൊണ്ട് പറഞ്ഞു വിട്ടേ, നന്മ പറഞ്ഞു വിട്ടേ, ജയം പറഞ്ഞു വിട്ടേ, ഉയർച്ചയുടെ വാക്കുകളൊന്ന് പറഞ്ഞു വിട്ടേ. അത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. നമുക്കറിയാം, ആ കപ്പൽ അപകടത്തെ പൗലൂസ് അവിടെ പറയേണ്ടത് പറഞ്ഞപ്പോൾ അപകടത്തെ ഒരു ക്രൂസൈഡാക്കി മാറ്റി. അടുത്ത ദ്വീപിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കുകയാണ്. ആ ദ്വീപിൽ ഉണർവായി അത് സംഭവിച്ചു. നിന്റെ വാക്കുകൾക്ക് എന്തൊരു ശക്തിയാന്ന് നോക്കി. അതാണ് ആത്മീയമായി കാര്യങ്ങളെ കാണുക, ആത്മീയമായി സംസാരിക്കുക. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവരാ ദൈവമക്കൾ. നാമല്ലോ പരിച്ഛേദനക്കാർ. ഓർക്കപ്പറ, ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പരിച്ഛേദനക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റവർന്ന യഹൂദന്മാരെ കുറിച്ച് പറയുന്നു. അവരുടെ പുറമെ മതപരമായ ഒത്തിരി അടയാളങ്ങളും വഹിച്ച് അവർ നടന്നത്. ദൈവമക്കൾക്ക് പ്രത്യേക വേഷവിധാനങ്ങൾ പറഞ്ഞിട്ടില്ല. ഇന്ന കളറേ ഇടാവുള്ളെന്നില്ല, മുടി ഇന്ന പോലെ വെക്കണമെന്നില്ല, മീശ ഇന്ന പോലെ വെക്കണമെന്നൊന്നും തിരുവചനത്തിലില്ല. ഞാൻ ന്യൂയോർക്കിലൊക്കെ ചെന്നപ്പോൾ ആണ് യഹൂദന്മാരെ കണ്ടത്. അവരുടെ ഈ സൈഡിലുള്ള ഈ കൃതാവ് ഇങ്ങനെ താഴോട്ട് അവർ നീട്ടും. അങ്ങനെയൊക്കെ മതപരമായ പല കാര്യങ്ങളുണ്ട്. ഞാനിതിനെ മോശമാക്കി പറഞ്ഞതല്ല. അതെല്ലാം ഒരു കേവലം ഒരു സിമ്പൽ മാത്രമായിരുന്നു. യഹൂദന് കൊടുത്ത പരിച്ഛേദന യഥാർത്ഥ പരിച്ഛേദനയുടെ ഒരു അടയാളം മാത്രമായിരുന്നു. യഥാർത്ഥ പരിച്ഛേദന എന്താണെന്നറിയാമോ? ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം മാറ്റി ദൈവം സംസാരിക്കുന്ന കേൾക്കാം. അടുത്തിരിക്കുന്ന ആൾ പറ, നിങ്ങൾ അയ്യോ എന്ന് വെച്ചാൽ ഞാൻ അയ്യോ എന്ന് പറയത്തില്ല, സ്വോത്രം എന്ന് പറയുന്നവർ. ആത്മീയൻ സകലത്തെയും, അഥവാ ഹൃദയ പരിച്ഛേദന ചെയ്തവനായ ആത്മീയൻ. അവൻ ആത്മീയമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. വെറും ജഡപ്രകാരം ലോക മനുഷ്യർ കാണുന്ന പോലെ കാണില്ല. അവൻ ആത്മീയമായിട്ട് കാണുമ്പോൾ അവന് സകലത്തിൻ്റെയും പുറകിലൊരു നന്മ കാണാം. ലോകക്കാരിൽ അയ്യോ എന്ന് വെക്കുന്നിടത്ത് ദൈവമക്കൾ സ്വോത്രം എന്ന് വെക്കും. എന്നാ ഒന്ന് സ്വോത്രം പറഞ്ഞ്, സ്വോത്രം, 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 സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. അതാണ് അവിടെ പറയുന്നത്. അപ്പം പരിച്ഛേദനയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒന്ന് വായിച്ച്, എഫേസ്യർ 2:11 വായിച്ചു. ഒന്നുകൂടെ വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടു. യഹൂദന്മാര് നിങ്ങളെ എന്തോ വിളിച്ചു? അഗ്രചർമ്മക്കാരെന്ന്. അത് പുറമെ നിങ്ങളുടെ ശരീരത്തിലെ ഭൗതികമായ അടയാളം നോക്കിയാ പറഞ്ഞത്. എന്നാൽ യഥാർത്ഥ പരിച്ഛേദന എന്നിലും നിങ്ങളിലും നടന്നു എന്നാ പൗലൂസ് പറയുന്നത്. റോമാലേഖനം 2 ഏറ്റവും ഒടുവിലത്തെ 2 വാക്യങ്ങൾ വായിക്കപ്പെടുന്നു. റോമർ 2:28, 29 വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഹൃദയത്തിലൊരു പരിച്ഛേദന നടന്നു. വായിച്ചാട്ടെ. പുറമെ യഹൂദനായവൻ യഹൂദനല്ല. ഒന്ന് പറഞ്ഞേ, 1-2 പേരോട് പറഞ്ഞ്, ക്രൈസ്തവ വിശ്വാസത്തിന് പുറമേ കാണിക്കുന്ന ഒന്നുമില്ലെന്ന് പറഞ്ഞു.
നിങ്ങളുടെ വേഷം, നിങ്ങളുടെ അണിഞ്ഞിരിക്കുന്ന ആഭരണം, അല്ലെങ്കിൽ നിങ്ങൾ ശരീരത്തിൽ അത് ചെയ്തു, യോഗ്യമായ വസ്ത്രം ധരിച്ച് നടക്കണം. പ്രൈസലോ. എനിക്ക് വേണേൽ ഏത് ഷർട്ട് വേണേലും ഇടാം, വെള്ള ഇടണമെന്നൊന്നുമില്ല. എന്നാൽ ഒരു ആരാധന നടത്തുന്ന ഞാനിവിടെ നിൽക്കുമ്പോൾ മാന്യമായിരിക്കണം, അല്ലേ? ഒരു പുലി വാ വിളിച്ച് നിൽക്കുന്ന പടം, ഷർട്ടയിലുള്ളൊരു പടവുമായി ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നെന്നിരിക്കട്ടെ, കർത്താവിന് ഒരു പ്രശ്നവുമില്ല, പുലി വാ വിളിച്ചാലും കുഴപ്പമില്ല. പിന്നെ പക്ഷേ നിങ്ങൾ രാവിലെ മുതൽ അതേ നോക്കിയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? മനസ്സിലാവും. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. മനസ്സിലാവും. നമ്മുടെ വേഷത്തിലോ നമ്മുടെ ഇതിലോ ഒന്നും കാര്യമില്ല. പക്ഷെ മാന്യമായിരിക്കണം. നമ്മൾ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവിടെ മനുഷ്യരുടെ മുമ്പിൽ എന്ത് ചെയ്യരുത്? കൈ കൊടുത്തൊരു കോലം കെട്ടരുതെന്ന് പറയാം. വസ്ത്രധാരണത്തിലും എല്ലാം യോഗ്യമായിരിക്കണം, മാന്യമായിരിക്കണം. പ്രൈസലോ. നമ്മുടെ പുറമേ ഉള്ളതൊന്നും, നമ്മുടെ കൈ ബൈബിൾ പിടിച്ചതോ ഇതൊന്നുമല്ല നമ്മുടെ അടയാളം. നമ്മുടെ അടയാളം അകത്തോ നമ്മൾ വഹിക്കുക. ഏത് സമയത്തും കർത്താവിൻ്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. അരുതെന്ന് പറയുന്നൊരു ശബ്ദം, ഇന്ന വഴിക്ക് പൊക്കോളാൻ പറയുന്നൊരു ശബ്ദം, ഒരു വിവേചിക്കുന്ന ദൈവാത്മാവിൻ്റെ ശബ്ദം. നമ്മുടെ ഈ ദൈവവചനവും ദൈവാത്മാവും അല്ലേ? എൻ്റെ വചനം ആത്മാവും ജീവനും. ഈ വചനം ഈ വചനം തന്നെ കർത്താവ് നമ്മുടെ ഉള്ളിൽ ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ വചനം അത് നമ്മളെ അത്ഭുത വഴിയിൽ നടത്തും. ആ വചനം അനുസരിച്ചൊന്ന് പോയേ. സ്തോത്രം. ദൈവാത്മാവ് നമ്മളെ നടത്തുന്നത് നല്ല വഴിയിലേ നടത്തത്തുള്ളൂ. ഇവിടെ വായിക്കാണ്, പുറമേ യഹൂദനായവനല്ല യഹൂദൻ. വായിച്ചാട്ടെ. പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. പുറമേ ജഡത്തിൽ ചെയ്തത് എന്തുമല്ല, യഥാർത്ഥ പരിച്ഛേദന അല്ല, അതൊരു നിഴല് മാത്രമായിരുന്നു. അടുത്ത വാക്യം. അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല. അക്ഷരത്തിലല്ല എന്ന് പറഞ്ഞാൽ ആക്ഷരികമായിട്ടല്ല എന്ന് പറഞ്ഞാൽ, പരിച്ഛേദന എന്ന് പറഞ്ഞ് ആക്ഷരികമായി നടക്കുന്ന കർമ്മമല്ല. പിന്നെ ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. ഇനി ഗലാത്യർ 6:15 ഒന്ന് വായിച്ചേ. ഗലാത്യർ 6:15. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പുതിയ സൃഷ്ടിയാകുന്നതാണ് യഥാർത്ഥ പരിച്ഛേദന. വായിക്കാം. ഗലാത്യർ 6:15. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല. ഈ വിജാതിയർ അഗ്രചർമ്മികളായിരുന്നു, യഹൂദന്മാര് പരിച്ഛേദനക്കാരായിരുന്നു. പരിച്ഛേദനയുമല്ല, അഗ്രചർമ്മവുമല്ല. പിന്നെ പുതിയ സൃഷ്ടി അത്രേ കാര്യം. പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇപ്പോൾ കൊലോസ്യർ 2:11 വായിച്ചേ. കൊലോസ്യർ. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് എന്തോ ലഭിച്ചു? കൈകൊണ്ടല്ലാത്ത ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല, നമ്മുടെ ജഡിക ചിന്താഗതി, നമ്മുടെ ജഡത്തിൻ്റെ പവർ, ജഡത്തിൽ ആശ്രയിക്കുന്ന എൻ്റെ സ്വഭാവം, അതിനെ എന്ത് ചെയ്ത് കളഞ്ഞു? ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന എൻ്റെ ചിന്താഗതിയിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ ഒരു പരിച്ഛേദന നടന്നു. എന്നിട്ടാണ് ഫിലിപ്പിയ ലേഖനം 3:3 പറയാ, നാം ആ പരിച്ഛേദനക്കാർ. ഒന്നുകൂടെ വായിക്കൂ. ഫിലിപ്പിയർ 3:3 മുതൽ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. നമ്മൾ എങ്ങനെ ആരാധിക്കുന്നേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരിക്കൽ ആ ശമരിക്കാരി സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ ഈ മലയിലാണ് ആരാധിക്കുന്നത്, നിങ്ങൾ യെരൂശലേമിൽ ആരാധിക്കുന്ന യഹൂദന്മാർ. ഉടനെ കർത്താവ് എന്ത് പറഞ്ഞു? ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല, ദൈവം ആത്മാവാണ്. ദൈവത്തെ ഒരു മലയിൽ ഒതുക്കാനൊക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ദൈവം സർവ്വവ്യാപിയാണ്. ദൈവത്തെ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്താനൊക്കില്ല. യേശു പറയുക, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തെ നിനക്കും ആരാധിക്കാം. എങ്ങനെ? ആത്മാവിൽ. നിന്റെ ആത്മാവും ഒതുങ്ങിയല്ലിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, യേശുവിൽ വിശ്വസിച്ചവരോട്, നിങ്ങളുടെ ആത്മാവ് കേവലം ഈ ശരീരത്തിൽ ഒതുങ്ങിയല്ല ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ നമ്മളെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോൾ കോട്ടയത്താണോ സ്വർഗസ്ഥലത്താണോ? സ്വർഗസ്ഥലത്താണ് ഇരിക്കുന്നത്. 1-2 പേരോട് പറഞ്ഞ്, ശരീരത്തിൽ നിങ്ങൾ ഒതുങ്ങിയിരിക്കുന്നു. ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ
നിങ്ങളുടെ വീട്ടിൽ ചില കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിപ്പാനുണ്ട്. അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, സഹോദരൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ ഈ ശരീരത്തിൽ ഒരു പ്രായത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്നെങ്കിലും യേശുവിൽ വിശ്വസിച്ച ദൈവത്തിൻ്റെ പൈതല്, ഈ ശരീരത്തിനപ്പുറത്ത്, ഈ ഭൂമിക്ക് അപ്പുറത്ത്, സ്വർഗസ്ഥലങ്ങളിൽ എല്ലാത്തിന്മേലും അധികാരമുള്ളവനായി നിന്നെ കർത്താവ് ഇരുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ചാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലൂസിന്റെ പ്രാർത്ഥനയുടെ ഒടുവിൽ പറയാം, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലത്തിനും അത്യന്തം മീതെ അവനെ, യേശുവിനെ ഇരുത്തുകയും സകലവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നതായ അവന്റെ സഭയ്ക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് 2-ാം അധ്യായം തുടർന്ന് ഇങ്ങനെ വായിക്കുന്നത്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും ഉയർപ്പിച്ചു, ക്രിസ്തുവിനെയും ഉയർപ്പിച്ചു, നിങ്ങളെയും ഉയർപ്പിച്ചു, ക്രിസ്തുവിനെയും ഉയർപ്പിച്ചു, നിന്നെയും ഉയർപ്പിച്ചു, ക്രിസ്തുവിനെയും ഉയർപ്പിച്ചു, നിന്നെയും ഉയർപ്പിച്ചു. നിങ്ങൾ ലേഖനങ്ങൾ മുഴുവൻ വായിച്ചു, ക്രിസ്തുവിന്റെ കാര്യം എവിടെയെങ്കിലും പറഞ്ഞോ? തൊട്ടടുത്ത് നിന്റെ കാര്യമാണ്. ഈ തിരുവചനം 2 പേരെ കുറിച്ച് പറയുന്നുള്ളൂ. യേശു, 2 യേശുവിലുള്ള വ്യക്തി. അവൻ ഇരിക്കുന്നിടത്താ നീയും ഇരിക്കുന്നത്, അവൻ ഇരിക്കുന്ന പോലെയാ നീയും ഇരിക്കുന്നത്, അവന്റെ അധികാരമാ നിന്റെ അധികാരം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുവിൻ. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നീ വസിക്കുന്ന വീടുണ്ടല്ലോ, ശാപം പിടിച്ച വീടല്ല. നീ ഉള്ളത് കൊണ്ട് തന്നെ ആ വീട് അനുഗ്രഹമാണ്. സ്വത്രം. സ്വർഗസ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പഠിക്കണം. വിഷയങ്ങൾക്കകത്തേക്ക് ഇറങ്ങി ചെല്ലരുത്, ഇരുത്തിയെടുത്തിരിക്കണം. താഴെ വായിക്കുക, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ യേശുവിനോടുകൂടെ ഉയർപ്പിച്ചു. താഴെ വായിക്കുകയാണ്, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തു. ആരുടെ കൂടെ? വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അത്യന്തം മീതെ അവനെ ഇരുത്തി, എന്നെയും ഇരുത്തി. ഉറക്കപ്പറ. പിശാചിന്റെ സകല വാഴ്ചകൾക്കും അത്യന്തം മീതെ. മീതയല്ല, അതെ, ഇത് വേണേ എനിക്ക് ചാടിയാ തൊടാൻ, ഇത് മീതയാണ്. എന്നാൽ അപ്പുറം നിൽക്കുന്ന തെങ്ങിൻ്റെ മണ്ടയ്ക്കോട്ട് എനിക്ക് ചാടിയാ തൊടാനൊക്കത്തില്ല, അത് അത്യന്തം മീതയാണ്. ആകാശം അത്യന്തം മീതയാ എന്നതുപോലെ ഒരു സാത്താനും അവൻ്റെ ഒരു പ്രവർത്തിക്കും അതാണ് വചനം പറയുന്നത്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. ഒരിക്കൽ നിങ്ങൾ അതിൽ ജീവിച്ചതാ. കാമാർത്തികളിലും വീഞ്ഞുകുടിയിലും നിങ്ങൾ ജീവിച്ചതാ. കാമവും വീഞ്ഞും എല്ലാം നിങ്ങളെ ഭരിച്ചതാ. എന്നാൽ അന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കത്തില്ലായിരുന്നു. പാപം പറയുന്നത് കേൾക്കാനേ ഒക്കത്തുള്ളായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ പറയുന്നത് പാപം കേൾക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. സകല കർത്തൃത്വത്തിന് സകല വാഴ്ചയ്ക്കും അത്യന്തം മീതെ കർത്താവിനെ ഇരുത്തിയിരിക്കുക. വാഴ്ച നമുക്ക് തന്നിരിക്കുകയാണ്. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ ജീവനിൽ വാഴും രാജകീയ പുരോഹിത വർഗമാണ്. വെറും രാജാക്കന്മാരല്ല, വെറും പുരോഹിതന്മാരല്ല, പിന്നെ രാജകീയ പുരോഹിത വർഗമാണ്. പുരോഹിതന് ദൈവമായിട്ട് നേരിട്ട ബന്ധം. രാജാവ് ഈ ഭൂമിയിൽ കാര്യങ്ങൾ നടത്തും. ഇത് രണ്ടും കൂടെ സമ്മേളിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ദൈവത്തിൻ്റെ പൈതല. ദൈവത്തോട് ബന്ധപ്പെട്ട് ഭൂമിയിൽ കാര്യങ്ങൾ ചെയ്യുക. കരമടിച്ച് വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമല്ലേ? നിങ്ങളുടെ ജീവിതത്തിന് ഇത് അനുഗ്രഹമാക്കി ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിശ്ചയമായിട്ടും എൻ്റെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് അനുഗ്രഹമാണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ബലത്തിൽ നമ്മൾ ആശ്രയിച്ച് അവൻ്റെ ബലത്തിൽ നമ്മൾ ശക്തിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജയം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രോഗികൾക്ക് ആ രോഗത്തിൻ്റെ മേൽ ജയമെടുക്കുവാനുള്ള അവസരമാണ്. ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർ, പണമില്ലാതെ ഞെരുങ്ങുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു. കടഭാരം മൂലം പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു. അതുപോലെ തന്നെ പണം കടം കൊടുത്തിട്ട് നാളുകൾ തിരിച്ച് ചോദിച്ചിട്ടും തിരികെ ലഭിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ അവരോട് പിണങ്ങി
അവർ നിങ്ങൾക്ക് തരേണ്ട പണമാണ്, പക്ഷേ അവർ തരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവരോട് അല്പം ദേഷ്യമൊക്കെ ഉണ്ട്. വാസ്തവത്തിൽ പ്രിയ സഹോദര സഹോദരി, അവർക്ക് തരാൻ കഴിവില്ലാഞ്ഞിട്ടല്ലേ അത് തരാൻ പറ്റാത്തത്, അല്ലാതെ നിങ്ങളെ ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തിലല്ലല്ലോ. അതൊന്ന് തിരിച്ചറിഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ ഹൃദയം നിറഞ്ഞൊന്ന് അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഉറപ്പ് തരിക, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പണം തിരികെ ലഭിക്കും. അത്ഭുത വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കും. ആ പണം തരാനുള്ളവർ നിങ്ങൾക്ക് ആ പണം തിരിച്ചു തരുന്ന അത്ഭുത വാർത്ത നിങ്ങൾ കേൾക്കാൻ പോവുക. ഉറപ്പല്ലേ? വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. ആ കണ്ണുകളൊന്ന് അടച്ചാട്ടെ. പ്രിയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, പണം കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് പണം കൊടുക്കുവാനുള്ള വ്യക്തികളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആ വ്യക്തികളുടെ കയ്യിൽ അവിടുന്ന് സമൃദ്ധി കൊടുക്കണം. ഈ വാങ്ങിച്ച പണം മടക്കി നൽകുവാൻ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നടക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക, ആ പണം തിരികെ ലഭിക്കണം. ഈ ദിവസങ്ങളിൽ തന്നെ അവരുടെ കൈകളിൽ ആ പണം മടക്കി ലഭിക്കുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളെ സൗഖ്യമാക്കണമേ. കാൽമുട്ടുകൾക്ക് വേദനയായി, നീരായി, കാൽമുട്ട് നിലത്ത് കാല് കുത്തുമ്പോൾ വേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു. ബെഡ് റിഡനായി കിടക്കയിൽ ശരണം പ്രാപിച്ച് കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ സന്ധികളിൽ വേദന, ഇടുപ്പല്ലിന് പ്രത്യേകം ആ സന്ധിയിൽ വേദനയായിട്ട് ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബോൺ മാരോ ക്യാൻസർ ബാധിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം വെളിപ്പെട്ട് വരട്ടെ, വേദന മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളായുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ വെളിപ്പെട്ട് വരുവാൻ ഞാൻ കൽപ്പിക്കുക. കർത്താവെ, സ്തോത്രം. അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, അവിടുന്ന് അത്ഭുതം ചെയ്യുന്നവനാണ്. കർത്താവ്, ഞങ്ങൾക്ക് ദാനമായി തന്ന അധികാരത്തിനായി നന്ദി. ആ അധികാരത്താൽ ഇന്ന് രോഗികൾ സൗഖ്യമാക്കിയതിനായി നന്ദി കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ, അത്ഭുതം നടന്നു കഴിഞ്ഞു. ആ പണം തിരികെ ലഭിക്കുന്ന ഫോൺ കോൾസ് നിങ്ങളെ തേടി വരും, ഉറപ്പാണ്. ആ മേടിച്ചവർ അവർ നിങ്ങളെ വിളിക്കും, നിങ്ങൾക്ക് ആ പണം തരും. ഒട്ടും സംശയിക്കേണ്ട, കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. റീച്ച് വേൾഡ് വൈഡിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തി വരുന്ന ഭക്ഷണ വിതരണ പദ്ധതിയെ നമ്മൾ ഒരിക്കൽ കൂടെ അല്പം കൂടെ വിപുലീകരിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ സിഗ്നൽ നൽകിക്കഴിഞ്ഞു. ആ പ്രവർത്തനം ഉടനെ തന്നെ വ്യക്തികളിലേക്ക് സഹായമായിട്ട് വരും. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതേ സമയത്ത് ഇതേ ചാനലിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും നാളെ രാവിലെ തൃശൂർ ജില്ലയിലെ കൊടകരയിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. ശുശ്രൂഷ രാവിലെ 10-ന്. हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे